നമുക്കിനി ബയോഡൈവേഴ്സിറ്റി ആൽബം തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. നിങ്ങൾ ചുറ്റുപാടും നോക്കുക. ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, മനുഷ്യരുണ്ട്. അതിൽ മനുഷ്യരെക്കുറിച്ച് നമ്മൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൂടെ പ്രതിപാദിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി ആൽബത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചുമുള്ള പഠനമാണ്. നിങ്ങൾ ചുറ്റുപാടും നോക്കുക. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിലുള്ള ആവാസ വ്യവസ്ഥകൾ, പക്ഷികൾ, മൃഗങ്ങൾ, കലപങ്ങൾ, സസ്യങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഇവയിലൊക്കെ നിങ്ങൾ സ്കൂളിൽ വെച്ച് പഠിച്ചതോ യൂട്യൂബിൽ കണ്ടതോ ഫേസ്ബുക്കിൽ കണ്ടതായ വിഷയങ്ങളെക്കുറിച്ച് അറിവുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ ശേഖരിച്ച് ഒരു ആൽബമാക്കി, ഒരു റീലാക്കി നമുക്ക് അയച്ചു തരിക. അത് നമ്മളെല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നമ്മളത് സർക്കാരിന് സമർപ്പിക്കുന്നു. കേരള സർക്കാർ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ നിർമ്മിക്കുന്നുണ്ട്. അതിൽ കൊച്ചു കുട്ടികളുടെ ഒരു സംഭാവനയാണ് ബയോഡൈവേഴ്സിറ്റി ആൽബം. എല്ലാവരും സംശയമുണ്ടെങ്കിൽ 9645 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കുക. ഈ ആൽബങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യാലയത്തിനോ നിങ്ങളുടെ സംഘടനക്കോ നിങ്ങളുടെ ക്ലബിനും ഒക്കെ പ്രൊഫസർ ശോഭീന്ദ്ര പുരസ്കാരം ലഭിക്കുവാനുള്ള മത്സരത്തിലെ പോയിന്റുകളായി കണക്കാക്കുന്നതാണ്. സ്നേഹാശംസകളോടെ, വിജയാശംസകളോടെ ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ.